ഇപ്പൊ നമ്മൾ ജിമ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ കുറെ അധികം ഫ്രണ്ട്സ് ജിമ്മിന് പോകുന്നുണ്ട്. ചിലർക്ക് ഫിറ്റ് ആവാന്, ചിലർക്ക് വണ്ണം കുറയ്ക്കാൻ, അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ജിമ്മിൽ പോകുന്നത്. പക്ഷെ അവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫലം കിട്ടുന്നില്ല. അത് അവരിനി പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണോ അറിയില്ല എന്താണെന്ന്. കറക്റ്റ് ആയിട്ടുള്ള ഒരു മസിൽ ബിൽഡിങ് കിട്ടാത്തതെന്ന് വെച്ചാൽ പ്രോട്ടീൻ ഡൈജഷൻ പലർക്കും പ്രശ്നമാണ്. ഒത്തിരി ചെറുപ്പക്കാര് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ ഇൻഡൈജഷൻ വന്നു എന്ന്. അപ്പൊ ചില ആൾക്കാരിൽ അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതായത് മുട്ട തന്നെ ഒരു 5 മുട്ടയുടെ വൈറ്റ് അതൊക്കെ കഴിച്ചിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി അവരുടെ വയറിന് പറ്റിയ ഡയറ്റ് അവർ ചൂസ് ചെയ്ത് കഴിച്ചിട്ട് പോയി നമ്മൾ വർക്കൗട്ട് ചെയ്താലായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടുക. ചില കുട്ടികളിൽ അവരെന്താ വെച്ചാൽ ടീനേജും അതുപോലെ തന്നെ യങ് ജനറേഷനിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അവര് നല്ല രീതിയിൽ പ്രോട്ടീൻ പൗഡേഴ്സ് ആദ്യം തന്നെ യൂസ് ചെയ്ത് വയറിന് ഗട്ട് ഹെൽത്തിനെ മോശമാക്കും. ഈ മോശമാക്കി കഴിയുമ്പോൾ മാലബ്സോർപ്ഷൻ ആണ് അവിടെ വരിക. അപ്പൊ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു, പക്ഷെ പ്രോട്ടീൻ നല്ല രീതിയിൽ കിട്ടിയില്ലെങ്കിൽ ആ ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ജിമ്മിൽ പോകുന്ന വളരെ നല്ലതാണ്, പ്രോട്ടീൻ വളരെ നല്ലതാണ്, പക്ഷെ അത് എങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ എത്ര അളവിൽ കഴിക്കണം എന്നുള്ളത് അവരുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് വേണം അവർ ചെയ്യാനായിട്ട്.